ബാബുച്ചായ, വെൽക്കം ടു ഹിസ്റ്റൺ വോയിസ്. ബാബുച്ചായനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ബാബുച്ചാൻ അറിയാമല്ലോ, എനിക്ക് ഇയർ 2000 ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. ശേഷം ഒരു വർഷത്തോളം ഞാൻ റീഹാബിലിറ്റേഷൻ ആയിരുന്നു. തുടർന്നുണ്ടായിരുന്ന ഒരു ആത്മീയ ജീവിതം നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് അത് വളർന്നത്. അതിനെപ്പറ്റി ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അത് ശനിയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 എൻ്റെ ഓർമ്മ. ഒരു ദിവസം 2000 ഞങ്ങൾ സഭയുടെ പ്രവർത്തനങ്ങളും അതിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ കുറച്ച് പ്രവർത്തനവുമായിട്ട് ഭവന സന്ദർശനത്തിന് ചെല്ലുമ്പോഴാണ് വ്യക്തിപരമായിട്ട് ശനിയെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങളുടെ ആ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു വിശദീകരണം കൊടുക്കുകയും വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാമെന്ന് വാക്ക് പറയുകയും ചെയ്ത് ഞങ്ങൾ പരസ്പരം പിരിഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രിയ സഹോദരന് ആക്സിഡന്റ് ആയി എന്ന് ഞങ്ങൾ അറിയുന്നതും ഉടൻ തന്നെ സഭയിൽ ആരോ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞ് അച്ഛൻ അറിഞ്ഞ് അച്ഛൻ ഓരോ മെമ്പേഴ്സിനെയും വ്യക്തിപരമായിട്ട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരൻ ഒരു ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന്. പക്ഷെ എല്ലാവർക്കും ജോലി തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആളിനെ വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കത്തില്ല അവിടുത്തെ ഒരു ജീവിതത്തിൽ. എന്നാൽ ജോലി കഴിഞ്ഞ് ഞങ്ങളും അവിടെ ചെന്ന് വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ICUവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണാൻ സാധിച്ചത്. അന്ന് ഞങ്ങളുടെ സഭയിലുള്ള സിസ്റ്റേഴ്സ് തന്നെ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, ഒരു പുനർജന്മം പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ മറ്റ് ഫോർമാലിറ്റികൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൂടാൻ പറഞ്ഞുവെങ്കിലും ഒരു കൂട്ടം ജനങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്നേരം കൈകോർത്ത് പിടിച്ചത് ശനി ആ കിടക്കയിൽ നിന്ന് എഴുന്നേക്കുന്നവരെ തുടർന്നു കൊണ്ടു ഇരുന്നു എന്ന് പറയാൻ എനിക്ക് ഒരു മടിയും ഇല്ല. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സമൂഹം മൊത്തം ഉണ്ടായിരുന്നു. ബ്ലഡ് വേണമെന്ന് ആരോ പറഞ്ഞു. സഭയിൽ അന്നേരം തന്നെ അറിയിച്ചു, ബ്ലഡ് കൊടുക്കാൻ തയ്യാറുള്ളവർ ബ്ലഡ് ബാങ്കിൽ വരണമെന്ന്. ഓരോരുത്തരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ അബുദാബി ബ്ലഡ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പ്രതീതിയായിരുന്നു ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ അറബികൾ, പലസ്തീനി, ജോർഡാനികൾ ആണ് ഇരിക്കുന്ന നേഴ്സസ്. ഇതാർക്കാണ് ബ്ലഡ് കൊടുക്കുന്നത്, ഇത് നിങ്ങളുടെ ഇന്ത്യയിലെ വല്ല VIPs ആണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, അത്ര ഇന്ത്യയിലെ VIP അല്ല, പക്ഷെ ഞങ്ങളുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയാണ്, ഞങ്ങൾ ആ സമൂഹത്തിലെ ആ ആളിൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ മിസീഹിയാണോ? അറബിക് ചോദിച്ചതാണ്. അത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മിസീഹിയാണ്, ക്രിസ്ത്യനാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്ത്യൻ സഹോദര സ്നേഹം നിങ്ങൾ കാണിച്ചതാണ് അതേന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിച്ചു. ദൈവത്തിന് ഞങ്ങൾ കൂടെ സ്തോത്രങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സഹോദരൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഞങ്ങൾ കൊണ്ട് നടന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. CSIക്കാരെല്ലാം കൂടി വ്യാഴാഴ്ച ദിവസം വൈകിട്ട് കൂടുന്നൊരു ഫെലോഷിപ്പ്. ശനിക്കും അതിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായി. ഞങ്ങളുടെ പാതയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ യാത്രയുടെ കാര്യം വിഷമം. ശരിക്കും നടക്കാൻ കഴിയത്തില്ല, രണ്ടുപേരുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയത്തില്ല എന്ന അവസ്ഥയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് വ്യാഴാഴ്ച ദിവസം ശനിയുടെ വീട്ടിലേക്ക് മാറ്റി. അത് കുറച്ച് ദിവസം കഴിഞ്ഞുവെങ്കിലും ഉടൻ തന്നെ ഞങ്ങൾ പഴയ സ്ഥാനത്ത് തന്നെ പോകുവാനും ശനി അവിടേക്ക്
വരുവാനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി തീരുവാനും സാധിച്ചു. ഞങ്ങളുടെ അബുദാബി ജീവിതം ഓർക്കുവാണെങ്കിൽ അത് എത്ര ദൈവത്തെ സ്തുതിച്ചാലും അതിന് പരിധി ഇല്ല. ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച വ്യക്തികൾ, അവരെ ഓരോരുത്തരെയും ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തിരുന്ന കോശി ജോർജ്, കുഴിക്കാല സ്വദേശി, ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ജോൺ ജേക്കബ് തമ്പാൻ, തിരുവല്ല സ്വദേശി, ഇപ്പം തിരുവല്ലയിൽ തന്നെ. AP ചെറിയാനെങ്കിൽ ഞങ്ങൾ വിളിക്കും, കുടുംബമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തിൽ ആ സഹോദരനും കുടുംബവുമാണ് ബംഗാളി കൊലപ്പെടുത്തിയത്, കോടുകുളഞ്ഞി കൊലപാതകം. ഈ അവസരത്തിൽ അവരെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന അനുസ്മരണം കൂടി സമയത്ത് ഞാൻ നടത്തുന്നു. ഞങ്ങളെ എല്ലാം നടത്തിയ സർവശക്തൻ ഇന്നും ജീവിക്കുന്നുള്ളത് ഓർത്തുകൊണ്ട് എന്നെ ഇവിടെ വന്ന് സന്ദർശിക്കുവാൻ സെഞ്ഞി കാണിച്ച സന്മനസ്സിനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കട്ടെ. താങ്ക് യു ബൈജ. ആ അനുഭവം തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയില്ലെങ്കിലും അതൊരു സാക്ഷ്യം തന്നെയാണ്. ബാബുച്ചാൻ്റെ ഇന്നുള്ള ജീവിതത്തെ പറ്റി ഒരു മിനിറ്റ് ഒരു വാക്ക് പറഞ്ഞു, പിന്നെ കുടുംബത്തിലുള്ളവരെ പറ്റിയോ മക്കളെയും ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ഇന്റർവ്യൂ നിർത്താം. എന്നെ പറ്റി വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ ഞാൻ 13 വർഷമാകാൻ പോന്നു. ഞാൻ അബുദാബിയിൽ നിന്നും റിട്ടയർമെന്റ് ആയിട്ട് ഇവിടെ വന്നു. മക്കൾ 2 പെൺമക്കൾ, അവർ മൂലയിടത്തും ഒരാൾ എറണാകുളത്തുമായിട്ട് താമസിക്കുന്നു. പിള്ളേരുടെ ആഗ്രഹപ്രകാരം ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ബിസിനസ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ തുടങ്ങി. അത് വലിയ പ്രയാസങ്ങളില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരങ്ങളിലാണ് കൊറോണയും ലോക്ക്ഡൗണും വന്നത്. പ്രതിസന്ധികളിൽ ആയി. ആ സമയത്ത് എനിക്ക് ഹാർട്ടിൻ്റെ ഒരു തകരാറുണ്ടായി. അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. അതേ അവസരത്തിൽ തന്നെ വൈഫിനും ഡയബറ്റിസിൻ്റെ അസുഖത്താൽ കാലിന് ഇച്ചിരി പ്രയാസങ്ങളുണ്ടായി. ഒരു വിരല് മുറിച്ച് കളയേണ്ട ഒരവസ്ഥയും ഉണ്ടായി. തുടർന്ന് പല പ്രതിസന്ധികളുടെ മുന്നോട്ട് പോയിരുന്നു. എങ്കിലും തളർന്നു പോകാതെ മുന്നോട്ട് ഞങ്ങളെ സർവശക്തൻ നടത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇന്നേക്ക് 13 മാസം മുമ്പ് എൻ്റെ സഹധർമ്മിണി ഈ ലോകത്തോട് വിട പറഞ്ഞു. നിത്യയുടെ തീരത്തെ കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. ദൈവം കൃപ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പത്തോ ഇതും ഒന്നുമല്ല. അന്ന് ശവമടക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നവർക്ക് ഒരു വാക്ക് പറയണമെന്ന് വൈദികൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞു. ദൈവം ചെയ്ത കൃപയെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ രോഗിയായി കിടക്കയിൽ കെടുത്താതെ ആ സമയത്ത് വിളിച്ചു വേർതിരിച്ച് കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിന് നന്ദി അർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ ശയ്യയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഒന്നും പ്രവർത്തിക്കാതെ വരും. ഞങ്ങളുടെ ബാധ്യതകൾ കൂടിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ ഞങ്ങൾക്കെല്ലാവർക്കും ശുശ്രൂഷിക്കാനുള്ള അവസരം തന്ന് ഏകദേശം 48 മണിക്കൂറിൽ കൂടുതൽ രോഗശയ്യയിൽ കിടത്താതെ ആ ഓട്ടം തികച്ച് നിത്യതയിലേക്ക് വിളിച്ചു ചേർത്ത സർവശക്തനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അർപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല. തുടർന്നും ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ബിസിനസ് കാര്യങ്ങളിൽ പൂർണ്ണ സമയവും ചെലവഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ശനിയെ കാണാൻ സാധിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ എല്ലാവരുടെയും
സ്നേഹാംശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പേരെടുത്ത് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 10-30 പേര് കൂടുതൽ ഉണ്ടായിരുന്നു. പലരിപ്പോഴും അബുദാബിയുടെ പ്രദേശത്ത് തന്നെയുണ്ട്, ചിലർ നാട്ടിൽ ഉണ്ട്. ഇപ്പോഴും ആ സ്നേഹബന്ധം, അന്ന് കോർത്തിട്ട ആ ഒരു കണ്ണി ചെയിൻ ഇന്നും അത് പൊട്ടാതെ തുടർന്നുകൊണ്ട് പോകുന്നു. അതിൻ്റെ തലയ്ക്കൽ നിൽക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള ഒറ്റ ഉറപ്പിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ താങ്ക് യു സോ മച്ച് ബാബുച്ചാൻ. വിൽ സീ യു അഗൈൻ.